എണീച്ചിരിക്കാനും കഴിയില്ല, ശ്വാസം വിടാനും വയ്യ. ഇങ്ങനെ കൈയാണോ അല്ലാതെ വിഷമം, കാലും 2 കാലും മുത്തത്തിന്. മകനും കാലിന് പിന്നെ കണ്ണ പൊട്ടിയിട്ട് കമ്പി ഇട്ടിരിക്കുക, എടുത്തില്ല കമ്പി. അമ്മ അമസ്മാര രോഗിയാണ്, ഭർത്താവിൻ്റെ അമ്മ, എൻ്റെ അമ്മയമ്മ. വല്ലാത്ത വിഷമമാണ്. ആരും മുഖമൊന്നും കാണത്തില്ല, കാഴ്ചയില്ല. ഇത് ഉളിക്കൽ അറബിക്കടത്ത് കുന്നേപ്പടിയിലെ കളരിക്കൽ വത്സ. വയസ്സ് 65. ഈ ചെറിയ വീട്ടിൽ വത്സയുൾപ്പെടെ 8 പേരാണ് താമസിക്കുന്നത്. വത്സയുടെ ഭർത്താവ് നാരായണൻകുട്ടിക്ക് 76 വയസ്സായി. ചെറിയൊരു ചായക്കടയാണ് നാരായണൻകുട്ടിയുടെ ജീവിതമാർഗം. പശുവിനെ വളർത്തിയും കൂലിപ്പണി ചെയ്തും കുടുംബം നോക്കിയിരുന്ന വത്സ 6 വർഷം മുൻപാണ് അസുഖങ്ങളുടെ പിടിയിലായത്. കാൽമുട്ട് തേയ്മാനവും പിന്നെ പക്ഷാഘാതവും പിടിപെട്ടു. തുടർന്നിങ്ങോട്ട് നിരന്തര ചികിത്സയും മരുന്നുകളും. കുടുംബം സാമ്പത്തികമായി പ്രയാസത്തിലായി. 8 പേരുണ്ട്. അവിടെ അമ്മയുണ്ട്, പിന്നെ ഭർത്താവുണ്ട്, മോനുണ്ട്, മരുമോളുണ്ട്, മക്കളുണ്ട്, മോൻ്റെ മക്കളുണ്ട്, ഭർത്താവിൻ്റെ അമ്മയും. എണീച്ചിരിക്കാനും കഴിയില്ല, ശ്വാസം വിടാനും വയ്യ. വല്ലാത്ത വിഷമമാണ്. ചികിത്സ പുറത്തേക്ക് മരുന്ന് മേടിക്കും, പിന്നെ പാൻഡോ ഡോക്ടറെ മരുന്ന് കാണിച്ച് ഇപ്പം അയാളും ഇല്ല. അവിടെ മാസത്തിൽ പോയി ഷുഗറും പ്രഷറും കൂടിപ്പോയതാ പറ്റുക. ചികിത്സക്ക് പണമൊക്കെ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? അന്ന് എല്ലാവരും പിരിവെടുത്തു കുറേ, പിന്നെ ഇപ്പോഴും ഒരു സഹായിക്കും. കുന്നിൻ മുകളിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനാവാത്ത അവസ്ഥ. വത്സയ്ക്കും നാരായണൻകുട്ടിക്കും 2 മക്കളാണ്. നിർമ്മാണ മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന മകന് ജോലിക്കിടെ വീണ് പരിക്കുപറ്റി. ലൈഫ് പദ്ധതി പ്രകാരം 6 വർഷം മുൻപ് തുടങ്ങിയ വീട് നിർമ്മാണം പാതിവഴിയിലായി. അമ്മയും ഭർത്താവിൻ്റെ അമ്മയുമൊക്കെയായി 8 പേരടങ്ങുന്ന കുടുംബത്തിൻ്റെ ഏകാശ്രയം മകൻ്റെ വരുമാനം മാത്രമാണ്. അതിനിടയിൽ ഭർത്താവിൻ്റെ അമ്മ അപസ്മാര രോഗിയുമാണ്. മകനും പണിക്ക് പോയി, വീടിൻ്റെ വാർപ്പിൻ്റെ പണിക്ക്. ഇപ്പം പൊക്കത്തിനൊന്നും കയറാൻ വയ്യ, പണിക്ക് ആളെ ആക്കി കൊടുക്കുക. മകനും കാലിന് പിന്നെ കണ്ണ പൊട്ടിയിട്ട് കമ്പി ഇട്ടിരിക്കുക, എടുത്തില്ല കമ്പി. അമ്മ അമസ്മാര രോഗിയാണ്, ഭർത്താവിൻ്റെ അമ്മ, എൻ്റെ അമ്മയമ്മ. 100 വയസ്സാകാനായി. ഇങ്ങനെ കൈയാണോ അല്ലാതെ വിഷമം, കാലും 2 കാലും മുത്തത്തിന്. ഇത് കുറേ ആയോ അങ്ങനെ? 6 കൊല്ലമാകാൻ പോകുന്നു. ഏപ്രിൽ 16 വരുമ്പോൾ. ആരും മുഖമൊന്നും കാണത്തില്ല, കാഴ്ചയില്ല, കാഴ്ചക്കുറവുണ്ടല്ലേ. നാരായണൻകുട്ടി ഇപ്പോൾ ആദ്യം കടയുണ്ടായിരുന്നു, ആ കട നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് സുഖമില്ല. ഈ വീടിൻ്റെ 2ാമത് കൂട്ടി എടുക്കുമ്പോഴാണ് 2 കൊല്ലായി. പരിഹാരത്ത് കുറേ കടന്നു, പിന്നെ അവിടെ പോയി മരുന്ന് ഇപ്പം മേടിക്കും. ഇപ്പോൾ മരുന്നുണ്ട്. ആദ്യം ചോറൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം ചോറൊന്നും ആക്കുന്നില്ല, ചായയും കടിയും മാത്രം. കുറേ നാൾ കൂടി ഒന്നും കയറാനും ഉറങ്ങാനൊന്നും വയ്യ, അതിന് അവിടെ തന്നെ കടക്കും. മുൻപ് ഇരിട്ടിയിലെ ഡോക്ടർ ആൻഡോയുടെ ചികിത്സയിലായിരുന്ന വത്സയുടെ ചികിത്സ ഇപ്പോൾ സർക്കാർ ആശുപത്രിയിലാണ്. പക്ഷേ പുറത്തേക്ക് എഴുതുന്ന മരുന്നുകൾക്ക് മാസം വലിയ തുക കണ്ടെത്തണം. നടക്കാൻ പ്രയാസമുള്ള വത്സയ്ക്ക് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കഴിഞ്ഞ ദിവസമാണ് വീൽ ചെയർ നൽകിയത്. സമൂഹത്തിലെ പലരും ഇടയ്ക്ക് സഹായം എത്തിക്കുന്നതാണ് ആശ്വാസം. ചികിത്സയ്ക്കുൾപ്പെടെ ആരെങ്കിലുമൊക്കെ സഹായഹസ്തവുമായി എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം.